2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഒരു സഖ്യമാണ് ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത്. എന്നാൽ ആ സഖ്യം ഇപ്പോൾ എവിടെയാണ്? ആ സഖ്യത്തിന് ആയുസ്സുണ്ടോ എന്നുള്ള ഏറ്റവും വലിയൊരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇപ്പോൾ വളരെ കൃത്യമായിട്ട് തെളിഞ്ഞിരിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ടി വരും. അതായത് ഈ പറയുന്ന തരത്തിൽ കോൺഗ്രസ് അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യം തരിപ്പണമായി തകരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. അത് കോൺഗ്രസിലെ തന്നെ ഏറ്റവും വലിയ ഒരു മുതിർന്ന നേതാവ് തന്നെ തുറന്നടിച്ച് പറഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസിലെ തന്നെ മുതിർന്ന നേതാവായിട്ടുള്ള പി ചിദംബരമാണ് ഇന്ത്യ സഖ്യമെന്ന് പറയുന്ന സഖ്യം നിലനിൽക്കുമോ എന്ന് പോലും ഉറപ്പില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാവി അത്ര ശോഭനമല്ല എന്നുള്ളത് കോൺഗ്രസിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ഇതിപ്പോൾ തുറന്നടിച്ച് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. അതായത് ദുർബല സഖ്യമായിട്ടാണ് ഇന്ത്യ സഖ്യത്തെ വിലയിരുത്തിയിരിക്കുന്നത്. ഇന്ത്യ മുന്നണി തകർച്ചയിൽ എന്നുള്ള തരത്തിൽ തന്നെയാണ് BJPയെ അതോടൊപ്പം തന്നെ BJPയെ പുകഴ്ത്തി പറയുന്ന തരത്തിലോട്ടാണ് കാര്യങ്ങൾ മാറിയത്. അതായത് BJPയെ പോലെ അതിശക്തമായി സംഘടിച്ച മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ഇല്ല എന്ന് തന്നെയാണ് പി ചിദംബരം തുറന്നടിച്ച് പറഞ്ഞത്. 2029 എന്താവുമെന്ന് പോലും പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇന്ത്യ സഖ്യമെന്ന് തന്നെയാണ് പി ചിദംബരം വ്യക്തമാക്കിയത്. അതായത് അവർ തോൽവി ഇപ്പോഴേ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. BJP അതിശക്തമാണ് എന്നുള്ളതും ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ മുതിർന്ന നേതാവ് തന്നെ. ഇദ്ദേഹം പറഞ്ഞ കാര്യം 100% യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം ഇന്ത്യ സഖ്യം ശരിക്കും പറഞ്ഞാൽ തകർന്നിരിക്കുകയാണ്. വളരെ വലിയ തോതിലുള്ള വിള്ളലാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇന്ത്യ സഖ്യം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇല്ല എന്ന് തന്നെ എടുത്തു പറയേണ്ട തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഏത് നിമിഷവും വലിയ തോതിലുള്ള പൊട്ടിത്തെറി ഇന്ത്യ സഖ്യത്തിൽ സംഭവിക്കാൻ ഇടയുണ്ട് എന്നല്ല, സംഭവിക്കും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. അതിന് ഏറ്റവും ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെയും ഇന്ത്യ സഖ്യത്തിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ദയനീയമായിട്ടുള്ള പരാജയം അത് തീർച്ചയായിട്ടും കോൺഗ്രസിനുള്ളിലും അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിനുള്ളിലും വളരെ വലിയ തോതിലുള്ളൊരു വിള്ളലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് മാത്രമല്ല ഭരണം കയ്യിലില്ല, കേന്ദ്രത്തിൽ ഭരണം കയ്യിലില്ല. പല നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും 16 നിലയിൽ പൊട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു. BJP അതിശക്തമായി വീണ്ടും ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതെല്ലാം തന്നെയും വളരെ ദുർബലപ്പെടുത്തുന്ന തരത്തിലോട്ട് ഇന്ത്യ സഖ്യം മാറിയിരിക്കുന്നു. അത് മാത്രമല്ല ഏറ്റവും അടുത്തായി സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇന്ത്യ സഖ്യത്തിലെ ഒരു വളരെ വലിയ തോതിലുള്ള കൊഴിഞ്ഞുപോക്കൽ തന്നെയാണ്. അതായത് ഇന്ത്യ സഖ്യത്തിൽ ഒരു കൂട്ടമായിട്ടുള്ള ഒരു രാജി അതോടൊപ്പം തന്നെ കൊഴിഞ്ഞുപോക്കൽ MPമാരുടെ ഭാഗത്ത് നിന്ന് തന്നെ കാണുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അതായത് ഒന്നുമല്ല കൂട്ടമായിട്ടുള്ള ഒരു കൊഴിഞ്ഞുപോക്കലാണ് ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന സഖ്യത്തിലും കോൺഗ്രസിലും ഉണ്ടാകാൻ പോകുന്നത്. അതിൽ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇപ്പോൾ പി ചിദംബരത്തെ പോലെ കോൺഗ്രസിലെ മുതിർന്ന നേതാവ് പോലും ഇത്രയ്ക്കും പച്ചയ്ക്ക് കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ തോതിലുള്ള ഒരു തിരിച്ചുവരവ് നടത്തുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ഇന്ത്യ സഖ്യം അല്ലെങ്കിൽ കോൺഗ്രസിന് എവിടെയാണ് അടിപതറിപ്പോയത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ചോദ്യം എന്ന് പറയുന്നത്. അതൊരു വല്ലാത്ത അടിപതറലായിപ്പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോഴും ആ പടുകുഴിയിൽ നിന്ന് രക്ഷ നേടാനായിട്ട് കോൺഗ്രസിനോ ഇന്ത്യ സഖ്യത്തിനോ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തീർച്ചയായിട്ടും ഉറപ്പിച്ചു പറയാൻ സാധിക്കും 2029 ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന സഖ്യം തന്നെ ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിലെ പല നേതാക്കളുടെയും സംശയം എന്ന് പറയുന്നത്. കാരണം വിള്ളൽ മാത്രമല്ല പല പ്രധാന പാർട്ടികളും ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിൽ നിന്നും പിന്മാറാനായിട്ട് ഏറ്റവും കൂടുതൽ തയ്യാറെടുത്ത് നിൽക്കുന്ന പാർട്ടികളാണ്. ഈ വർഷം അവസാനിക്കുന്നതിന് മുന്നേ തന്നെ വലിയ തോതിലുള്ള പൊട്ടിത്തെറികൾ ഇന്ത്യ സഖ്യത്തിനുള്ളിൽ സംഭവിക്കുമെന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ്. ഇത് BJP ഒരുക്കിയ ഒരു കെണിയാണ് എന്ന് തന്നെ തുറന്നടിച്ച് പറയാൻ സാധിക്കും. കാരണം BJPയുടെ വലയിൽ ഇന്ത്യ സഖ്യം അല്ലെങ്കിൽ കോൺഗ്രസ് വീണു. BJPയെ പോലെ ഒരു അതിശക്തമായിട്ടുള്ള പാർട്ടിയെ നേരിടാനായിട്ട് ഇന്ത്യ സഖ്യം പോലുള്ള സഖ്യത്തിനോ കോൺഗ്രസിനോ ആവത്തില്ല എന്നുള്ളത് പി ചിദംബരം തന്നെ സമ്മതിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഈ ഒരു വലിയ തോതിലുള്ള തകർച്ച കോൺഗ്രസ് തന്നെ എരന്നു വാങ്ങിയതാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. കോൺഗ്രസിന്റെ അഹങ്കാരത്തിനുള്ള ഒരു വലിയ തോതിലുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 2029 മുന്നേ തന്നെ BJP എന്ന് പറയുന്ന പാർട്ടി ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിലെത്തുന്ന തരത്തിലോട്ട് വരെ കാര്യങ്ങൾ മാറുമെന്നുള്ളത് ഉറപ്പാണ്. പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് അത് കോൺഗ്രസിൽ നിന്നായാലും മറ്റു പാർട്ടികളിൽ നിന്നൊക്കെ തന്നെ ആയാലും പല MPമാരും കൂട്ടമായി ഈ പറയുന്ന തരത്തിൽ
ഭരണപക്ഷത്തേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും, അല്ലെങ്കിൽ BJP മാറ്റും എന്നുള്ളത് 100% ഉറപ്പാണ്. അതിനുള്ള തന്ത്രങ്ങൾ അവർ ഇതിനോടകം തന്നെ വളരെ കൃത്യമായിട്ട് തന്നെ വിനിയോഗിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ റിസൾട്ടാണ് ഇനി വരും നാളിൽ കാണാനായി കിടക്കുന്നത്. ഇത് തന്നെയാണ് ഇപ്പോൾ P. ചിദംബരം തന്നെ പച്ചയ്ക്ക് തുറന്നടിച്ച ഒരു കാര്യമെന്ന് പറയുന്നത്. ഇന്ത്യ സഖ്യം ദുർബലമാണ് എന്നുള്ളതും BJPയെ പോലെ ഒരു വലിയ തോതിലുള്ള പാർട്ടിയെ നേരിടാനായിട്ട് കഴിയാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതും. അതായത് ഇന്ത്യ സഖ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടിയായ കോൺഗ്രസിലെ ഒരു മുതിർന്ന നേതാവാണ് ഇത് പറഞ്ഞത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതായത് വെറും ഒരു ദുർബല സഖ്യമെന്നും ഇന്ത്യ മുന്നണി തകർച്ചയിലാണ് എന്നും BJPയെ പോലെ അതിശക്തമായി സംഘടിച്ച മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ഇല്ല എന്നും കോൺഗ്രസിലെ ഒരു മുതിർന്ന നേതാവ് പറയണമെങ്കിൽ അതിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് വേണം കാണാനായിട്ട്. തീർച്ചയായിട്ടും ഇന്ത്യ സഖ്യം കോൺഗ്രസ് പെട്ടുപോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യമെന്ന് പറയുന്നത്. അതിൽ ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യമെന്ന് പറയുന്നത് കൂട്ടമായിട്ട് MP-മാരുടെ ഒരു കൊഴിഞ്ഞു പോക്ക് ഉറപ്പായിട്ടും ഇന്ത്യ സഖ്യത്തിൽ ഉണ്ടാകാനായി പോകുന്നു. അത് കോൺഗ്രസിന് തന്നെ വളരെ വ്യക്തമായിട്ട് അറിയാമെന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. 50ഓളം MP-മാർ ഈ പറയുന്ന തരത്തിൽ പ്രതിപക്ഷത്തിൽ നിന്ന് പല പാർട്ടികളിൽ നിന്നുമായി കോൺഗ്രസിൽ നിന്നുമായി ഒക്കെ തന്നെ BJPയിലേക്കും അതോടൊപ്പം തന്നെ NDAയിലേക്കും ചേക്കേറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കാണാനായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഈ പറയുന്ന തരത്തിൽ കോൺഗ്രസിൽ സംഭവിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിൽ സംഭവിക്കാൻ പോകുന്ന വലിയ പൊട്ടിത്തെറിയിൽ തന്നെ അത് BJP മുതലാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. അതിൽ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും അതോടൊപ്പം തന്നെ NDA സഖ്യത്തിന് നിലവിലുള്ള സീറ്റുകളിൽ നിന്ന് വലിയ തോതിലുള്ള ഒരു വർധനവ് ഉണ്ടാകുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ മാറും. 2029 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നേരിടുന്നതിന് മുന്നോടിയായിട്ട് തന്നെ BJP അല്ലെങ്കിൽ NDA സഖ്യം ഏകദേശം 350 സീറ്റുകൾ അടുപ്പിച്ച് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാലും ഇപ്പോൾ അത്ഭുതപ്പെടാനില്ല എന്ന് വേണം ഇന്ത്യ സഖ്യത്തിന്റെ നിലവിലത്തെ സ്ഥിതിഗതികൾ വച്ച് വിലയിരുത്താനായി.